ഹായ് ഗൈസ്, ക്ലീ സ്റ്റഡി സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉഷാറായിട്ട് പഠിക്കണമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളൂ. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു പോവുക. ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഒരുപാട് തോട്ട്സ് ഉണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ, ഒരു പ്രവേശന പരീക്ഷയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ പലരും പ്ലസ് ടു കഴിഞ്ഞ പല കുട്ടികൾ ആദ്യമായിട്ടാണ് ഒരു എൻട്രൻസ് എക്സാം എഴുതുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ടെൻഷൻസും വെറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇറ്റ് ഈസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദിസ് പ്രോസസ്. ഈ ടെൻഷൻസും വെറീസും വരുമ്പോൾ നമുക്ക് വേറെ അതിനോടൊപ്പം തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ടോ എന്നൊരു തോന്നലൊക്കെ വരും. അത് വെറും തോന്നൽ മാത്രമാണ്. കീപ്പ് ഇൻ മൈൻഡ്, ഓൾവേസ് ഫോക്കസ് ഓൺ ദ പ്രോസസ്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഫോക്കസ് ഓൺ ദ പ്രോസസ്, നോട്ട് ഓൺ റിസൾട്ട്സ്. 2 മാസം കഴിഞ്ഞ് വരാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞ് വരാൻ നിൽക്കുന്ന റിസൾട്ടിനെ പറ്റി നിങ്ങൾ ഇപ്പം തിങ്ക് ചെയ്യേണ്ട. ഇപ്പം നിങ്ങൾ ഡേ ആൻഡ് ഡേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ട് പോവുക. അങ്ങനെ ചെയ്തു പോയാൽ സെപ്റ്റംബർ മാസമാകുമ്പോൾ ഒരു ഗവൺമെൻറ് ലോ കോളേജിൻ്റെ ഫസ്റ്റ് ഇയർ ക്ലാസ് റൂമിൽ നിങ്ങൾ ഇരിക്കും. ഞാൻ ഉറപ്പ് തരും. ഗവൺമെൻറ് ലോ കോളേജിൻ്റെ ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ ഇരുന്ന് അവിടെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം നിങ്ങൾക്കൊരു സ്റ്റോറി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. ചെയ്യണ്ടേ? ചെയ്യണം അല്ലേ? രക്ഷപ്പെടണ്ടേ നമുക്ക്? സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡൗട്ട് ക്ലിയറൻസ് വീഡിയോ ആണ്. നമ്മുടെ ഫോളോവേഴ്സ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചും കമൻസ് ഒക്കെ ആയിട്ട് ധാരാളം ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഡൗട്ട്സൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി എല്ലാവർക്കും കൂടെ അത് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഡൗട്ട് നോക്കാം. അതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. ഫസ്റ്റ്, സാർ ക്ലീക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ല. ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ട സിലബസാണ്. സിലബസിനെ പറ്റി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾ സിലബസ് അതിൽ കാണാം നിങ്ങൾക്ക്. പിന്നെ നമ്മൾ നോക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ആ സബ്ജക്റ്റിൽ എന്ത് ഡെപ്തിൽ പഠിക്കണമെന്ന് മനസ്സിലാവും. ഇപ്പം നമുക്കറിയാം നമ്മുടെ ലോ എൻട്രൻസ് 4 പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളാണ് ഉള്ളത്. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇംഗ്ലീഷ്, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ, GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. അപ്പം ഈ 4 സബ്ജക്റ്റ് അറിയില്ലേ? പ്രീവിയസ് ഇയർ പേപ്പർ എടുത്ത് ഇത് ഏത് ലെവലിൽ പഠിക്കുന്നത്. പിന്നെ എന്താ, പിന്നെ വേറെ പ്രത്യേകിച്ച് ഇനി ഐഡിയയുടെ ആവശ്യമൊന്നുമില്ല. പഠിച്ചങ്ങോട്ട് തുടങ്ങുക, പഠിക്കുക, റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗൈഡൻസിന് വേണ്ടി എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഗൈഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം. ഗൈഡ് നമ്മുടെ ചാനലിലൂടെ ഡിസ്കൗണ്ട് റേറ്റ്സിൽ നമ്മൾ ജോബ് സെക്യൂറുടെ ഗൈഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റ്സിൽ നിങ്ങൾക്ക് അത് മേടിക്കാൻ പർച്ചേസ് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിച്ചിട്ട് കിട്ടുന്നില്ല, നിങ്ങൾക്ക് കോച്ചിങ്ങിൻ്റെ ഹെൽപ്പും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ട പോലെ അപ്രോപ്രിയേറ്റ് ആയിട്ട് കോച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് നോക്കാം. സാർ കറണ്ട് അഫയേഴ്സ് എപ്പോൾ തൊട്ട് ഉള്ളതാണ് നോക്കേണ്ടത്? ഒരു ലാസ്റ്റ് 1 ഇയർ കറണ്ട് അഫയേഴ്സാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്. കഴിഞ്ഞ വർഷം 2025 ജൂൺ 1 ആയിരുന്നു പരീക്ഷ. ഇപ്പോൾ ഈ വർഷം ഈ ഒരു ജൂൺ വരെയുള്ള 1 ഇയർ ആ ഒരു കറണ്ട് അഫയേഴ്സാണ് നിങ്ങൾ പ്രധാനമായിട്ട് നോക്കി വെക്കേണ്ടത്. അടുത്തത്, ഞാൻ ഡിഗ്രി സ്റ്റുഡൻ്റാണ്, എനിക്ക് 2 ബാക്ക് പേപ്പർ ഉണ്ട്. അപ്പോൾ എനിക്ക് 3 ഇയർ LLB എൻട്രൻസ് എഴുതാൻ കഴിയില്ലല്ലോ. ബട്ട് ഞാൻ 5 ഇയർ എൻട്രൻസ് എഴുതി അത് പഠിക്കുമ്പോൾ ഡിഗ്രി 2 ബാക്ക് പേപ്പർ ക്ലിയർ ചെയ്താൽ എനിക്ക് 3 ഇയർ LLBക്ക് മാറാൻ സാധിക്കുമോ? അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? പ്ലീസ് റിപ്ലൈ. ഇത് ഞാൻ 2 ആയിട്ട് പിരിച്ച് ഞാൻ പറഞ്ഞത് ഈ 2 കാര്യങ്ങളെ പറയണം. ഒന്നാമത്തെ കാര്യം, ഇപ്പം നിലവിൽ LLBക്ക് ഏജ് ക്രൈറ്റീരിയ ഇല്ല. 3 ഇയർ ആയാലും 5 ഇയർ ആയാലും ഏത് പ്രായത്തിലുള്ളവർക്കും പഠിക്കാം. ആസ് ഓഫ് നൗ ഏജ് ക്രൈറ്റീരിയ ഇല്ല, ഏജ് ലിമിറ്റ് ഇല്ല. പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്ക് 5 ഇയർ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് 5 ഇയറും പഠിക്കാം, 3 ഇയറും. കാരണം 5 ഇയർ LLBയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് 2 ആണ്. പ്ലസ് 2 കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും 5 ഇയർ പഠിക്കാം. പിന്നെ ഇതിൽ ചോദിക്കുന്ന കാര്യം, എനിക്ക് ബാക്ക് പേപ്പർ ഉണ്ട്, എനിക്ക് എൻട്രൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. അതിൽ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ എൻട്രൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സോ പാസ് സർട്ടിഫിക്കറ്റോ TCയോ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. മാൻഡേറ്ററി അല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്തോ. ശരിക്കും പറഞ്ഞാൽ അതൊന്നും മാൻഡേറ്ററി അല്ല. അതൊക്കെ അഡ്മിഷൻ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇനിയും ബാക്ക് പേപ്പർ ഉണ്ട്, സപ്ലി ഉണ്ട്, അതല്ലെങ്കിൽ റിസൾട്ട് വന്നിട്ടില്ല, അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ ഇനി പെട്ടെന്ന് അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഏകദേശം 3rd സ്റ്റെപ്പിലായിട്ട് ക്വാളിഫിക്കേഷൻ വരും. അപ്പോൾ ഈ സപ്ലി ഉള്ളവരും ബാക്ക് പേപ്പർ ഉള്ളവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സപ്ലൈ ഉള്ളവരും അതുപോലെ തന്നെ റിസൾട്ട് അവൈറ്റ് ചെയ്ത് നിൽക്കുന്നവരൊക്കെ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ക്വാളിഫിക്കേഷൻ അപ്പിയേർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് വൺ തിങ് ഈസ് ദാറ്റ്
നമുക്ക് എഴുതി നമ്മുടെ റിസൾട്ട് വന്നു, റാങ്ക് ലിസ്റ്റ് വന്നു, നമ്മുടെ അഡ്മിഷൻ സമയമാകുമ്പോഴേക്ക് കംപ്ലീറ്റ് രേഖകൾ നമ്മൾ കോളേജിൽ പ്രൊഡ്യൂസ് ചെയ്യണം. നമുക്ക് എവിടെയാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് അവിടെ നമ്മുടെ കംപ്ലീറ്റ് രേഖകളും പ്രൊഡ്യൂസ് ചെയ്യണം. TC, CC, മാർക്ക് ലിസ്റ്റ് എക്സെട്ര എല്ലാ കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ തരത്തുള്ളൂ. പിന്നെ മറ്റേ കാര്യം ചോദിക്കുന്നത്, 5 ഇയർ LLB എഴുതി പഠിക്കുമ്പോൾ സപ്ലി ക്ലിയർ ചെയ്യാൻ 3 ഇയർ LLBക്ക് മാറാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. 5 ഇയർ LLBയുടെ റാങ്ക് ലിസ്റ്റിൽ വന്ന് അലോട്ട്മെൻറ്റ് കിട്ടി ഒരു 5 ഇയർ LLB സീറ്റിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ 5 കൊല്ലം അതിൽ തന്നെ പഠിക്കണം. നമ്മൾ സപ്ലി ക്ലിയർ ചെയ്ത് 3 ഇയറിലേക്ക് മാറാൻ സാധിക്കില്ല. 3 ഇയറിലേക്ക് മാറണമെങ്കിൽ തൊട്ടടുത്ത വർഷം പിന്നെയും എൻട്രൻസ് എഴുതി 3 ഇയറിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്ന് 3 ഇയറിൻ്റെ അലോട്ട്മെൻറ്റ് കൊടുത്ത് നിങ്ങൾക്ക് 3 ഇയർ LLBക്ക് സീറ്റ് കിട്ടണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ജമ്പ് ചെയ്യാനുള്ള സാഹചര്യമൊന്നുമില്ല. സാർ, ഞാൻ BCom കഴിഞ്ഞു, LLB എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, ബട്ട് എനിക്ക് കൂടുതൽ ടീച്ചിങ് ഫീൽഡാണ്. സോ ഇതിൽ ടീച്ചിങ്ങിൻ്റെ സ്കോപ്പ് എന്തെങ്കിലും ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. LLB കഴിഞ്ഞ് നിങ്ങൾക്ക് PG ആയി LLM എടുത്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോ കോളേജുകളിലൊക്കെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകാം നിങ്ങൾക്ക്. സോ ഇത് ടീച്ചിങ്ങിനുള്ള സ്കോപ്പും ഇതിലുണ്ട്. സാർ, ഞാനിപ്പോൾ +2 മെയിൻ എക്സാം എഴുതുന്നു. എനിക്ക് 10th മാത്സ് 2 ഔട്ട് ഓഫ് 80 ഒക്കെയാണ് കിട്ടിയിരുന്നത്. ബട്ട് മറ്റേ സബ്ജക്റ്റൊക്കെ മാർക്കുണ്ട്, 7++ഓടെ 10th പാസ്സായി. ബട്ട് എൻ്റെ ക്വസ്റ്റൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ BCom LLB എടുത്താൽ അത് അബദ്ധമാകുമോ? BCom കുറേ മാത്സ് ഉണ്ടാവില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനെപ്പറ്റിയൊന്നും നിങ്ങൾ ഇപ്പോൾ തിങ്ക് ചെയ്യണ്ട. ഇതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ. ഇപ്പോൾ നിങ്ങൾ ഇത് പഠിച്ച് എൻട്രൻസ് ക്രാക്കി, ഈ എൻട്രൻസ് ക്രാക്കിയ നിങ്ങൾക്കൊരു LLBക്ക് BCom LLB BBA LLBക്ക് അഡ്മിഷൻ കിട്ടിയാലല്ലേ നിങ്ങൾ ഇതിനെപ്പറ്റി ആലോചിക്കേണ്ട. ഇപ്പോൾ അതിനെപ്പറ്റിയൊന്നും നിങ്ങൾ വെറിയിടാവണ്ട. ഇനി ചോദിച്ച രീതിക്ക് ഞാൻ പറയും, ഇപ്പം ഞാൻ പഠിച്ചത് സയൻസ് ആയിരുന്നു, ബയോളജി സയൻസ് ആണ് ഞാൻ പഠിച്ചത്. പിന്നീട് ഞാൻ തൃശ്ശൂർ ലോ കോളേജ് ഞാൻ BBA LLB ഞാൻ പഠിച്ചത്. എനിക്കത് വലിയ ടഫായിട്ടും തോന്നിയിട്ടൊന്നുമില്ല. ഇപ്പം BBAയുടെ കാര്യം ഞാൻ പറയാം, BComൻ്റെ കാര്യം എനിക്കറിയത്തില്ല, ഞാൻ BCom പഠിച്ചിട്ടില്ല. ഞാൻ വേണമെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനടുത്ത് ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ബട്ട് അതൊക്കെ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂന്നേ. ഇപ്പോൾ BBAയുടെ കാര്യം ഞാൻ പറയാം. BBAയിൽ മാത്സ് പേപ്പർ 3 എണ്ണങ്ങാണ്ടാണ് ഉള്ളത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്. ഇതും ഒന്ന് 3rd സെമ്മിൽ, പിന്നെ 4th സെമ്മിൽ, പിന്നെ 6th സെമ്മിലുമാണ്. അതും ഒക്കെ പഠിച്ചെടുക്കാവുന്ന തന്നെ ഉള്ളൂ. അതും നിങ്ങൾ ഇപ്പോൾ വെറീഡ് ആവേണ്ട. നിങ്ങളുടെ പാസ്റ്റ് ഒന്നും നിങ്ങളുടെ മാറ്റർ ചെയ്യുന്നില്ല. നിങ്ങൾ 10th 10 A+ ഉണ്ട് വെച്ച് നിങ്ങൾ എൻട്രൻസ് ക്രാക്ക് ചെയ്യണം നിർബന്ധം. +2 ഫുൾ A+ ഉണ്ട് വെച്ച് എൻട്രൻസ് ക്രാക്ക് ചെയ്യുന്നത്. എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ആ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് എക്സാമാണ്. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലൊക്കെ +2 60% കിട്ടിയ കുട്ടികൾ വരെ എൻ്റെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഒപ്പം എൻട്രൻസിന് ഫുൾ A+ ഫുൾ മാർക്ക് കിട്ടിയിട്ട് വന്ന കുട്ടിക്കും എൻട്രൻസ് ക്രാക്ക് ആക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. സോ എൻട്രൻസ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ് ബിസിനസ്സാണ്, ടോട്ടലി ഡിഫറെൻറ്റ് തിങ് ആണ്. നമ്മുടെ ഇവിടെ +2 മാർക്കോ നമ്മുടെ 10th മാർക്കോ ഒന്നും ഇവിടെ മാറ്റർ ചെയ്യുന്നില്ല. ആ എൻട്രൻസ് നിങ്ങൾ എത്ര സ്കോർ ചെയ്യുന്നു, എന്നിട്ട് ആ റാങ്ക് ലിസ്റ്റ് വരുന്നു, അത് വെച്ച് അഡ്മിഷൻ നടക്കുന്നത്. അതും വേറെ കുറച്ച് കുട്ടികളാണ് ചോദിക്കാൻ, +2 മാർക്കിന് വല്ല ഇതുണ്ടോ? +2 മാർക്കിന് യാതൊരു ഇതും ഇവിടെ ഇല്ല. നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ നമുക്ക് എൻട്രൻസ് എഴുതാം. ബാക്കി ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ നിങ്ങളുടെ എൻട്രൻസിൽ കിട്ടുന്ന റാങ്ക് മാത്രം അടിസ്ഥാനമാക്കിയിട്ടാണ്. അവിടെ +2 മാർക്കോ 10th മാർക്കോ നത്തിങ്. ഓക്കെ, സോ യുവർ പാസ് ഡസൻ മാറ്റർ ചെയ്യുക. ഓക്കെ, പിന്നെ ഇതിനെപ്പറ്റി ഇപ്പോൾ നിങ്ങൾ പഠിക്കും, ഇപ്പോൾ നിങ്ങൾ എൻട്രൻസ് പഠിക്കും. സാർ, ഞാൻ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻ്റാണ്, എനിക്ക് BBA LLB എടുത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടാകുമോ? അതൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അതൊക്കെ നമ്മൾ വിചാരിച്ചതൊക്കെ തരണം ചെയ്യാമെന്നില്ല. ആദ്യം എൻട്രൻസ് ക്രാക്കി, അതാണ് ഏറ്റവും വലിയ ഡീൽ. അത് ക്രാക്ക് ചെയ്താൽ പിന്നെ നിങ്ങൾ കയറി പൊക്കോളും. നിങ്ങൾ ലോ കോളേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓരോ സെമ്മും കയറി പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ഒന്ന് വർക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റും. ബട്ട് എൻട്രൻസ് ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞൊരു ഡീലാണ്. അതൊരു ഗവൺമെൻറ് കോളേജ് കിട്ടുക എന്നൊരു വലിയ ഡീലാണ്. ബിക്കോസ് അൾട്രാ കോമ്പറ്റീഷനാണ്. നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമാണ് ഗവൺമെൻറ് മെറിറ്റ് സീറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞു. ആസ് ഓഫ് നൗ നോട്ടിഫിക്കേഷൻ നോട്ട് യെറ്റ് റിലീസ്ഡ്. സമയമാകുന്നുള്ളൂ. അപ്പോൾ സമയമാകുമ്പോൾ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ചാനലും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് വെക്കുക. നിങ്ങളുടെ കണ്ടൻറ്റ് ഹെൽപ്ഫുള്ളേ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. സാർ, ഇനി മുതൽ പഠിച്ചാൽ സ്റ്റാർട്ടാക്കിയാൽ ക്രാക്ക് ആക്കാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി പറ്റും. ഇതൊക്കെ നമ്മുടെ മൈൻഡിലുള്ള കാര്യമാണ്. നമ്മൾ വിചാരിച്ചാൽ നമ്മൾ എന്തും നടക്കും. ഇന്നല്ല നാളെ തുടങ്ങിയാലും നമ്മൾ പറ്റും. അടുത്ത ഏറ്റവും എയർലിയസ്റ്റ് ആയിട്ട് നിങ്ങൾ തുടങ്ങുക. വൃത്തിക്ക് പഠിക്കുക, ഫോക്കസ്ഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോകുക. ഇതും റാൻഡമായിട്ട് ഒരുപാട് വരും. സാർ, ക്ലീൻ മലയാളത്തിൽ എഴുതാൻ വല്ല ഓപ്ഷൻ ഉണ്ട്? ഇവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ എഴുതലല്ല. നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, CBT ആണ്. അതും MCQ മാതൃകയിലാണ്. കമ്പ്യൂട്ടറിൽ ഒരു ക്വസ്റ്റ്യൻ കാണിക്കും, 4 ഓപ്ഷൻ തരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മൗസ് വെച്ചിട്ട് നമ്മൾ ഓരോ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. അവിടെ എഴുത്ത് പറയുന്ന പരിപാടി ഇല്ല. ഇതൊരു പക്ക ഒബ്ജക്റ്റീവ് എക്സാമാണ്. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ഇവിടെ എഴുതണം. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറും ഇംഗ്ലീഷ് മീഡിയത്തിലാണ്, മലയാളത്തിലല്ല. അപ്പോൾ ഞാൻ പ്രിപ്പറേഷൻ പീരീഡിൽ ഞാനത് പ്രത്യേകം എടുത്ത് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതി പോവുക, ഇംഗ്ലീഷിൽ പഠിച്ചു പോവുക, വായിച്ച് പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ഇംഗ്ലീഷിൽ പറഞ്ഞു പോവുക.
അത് പിന്നീടുള്ള കാര്യങ്ങൾക്കും വലിയ മാറ്റർ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ലാംഗ്വേജ്, ഇംഗ്ലീഷ് പ്രൊഫഷണൽ സ്കിൽസ് ഈ ഒരു ഫീൽഡിൽ വലിയൊരു ഫാക്ടർ തന്നെയാണ്. സോ അത് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ അത് ശീലിച്ച് പോവുക. നിങ്ങൾ സാർ കോൺസ്റ്റിറ്റ്യൂഷൻ ടോപ്പിക്സ് ഏതൊക്കെയാണ്, എവിടെ നിന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ചെയ്തെന്ന് പറഞ്ഞു തരാമോ? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്പെസിഫിക് ടോപ്പിക്സ് ഒന്നും ഇങ്ങനെ ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും വൃത്തിക്ക് പഠിക്കുക. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷം വന്നിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ഏകദേശം 20ൻ്റെ അടുത്ത് ചോദ്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ എന്ന് വന്നിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ കവർ ചെയ്യാനുണ്ട്. ഇതുപോലെ ഇനിയും കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇതേപോലെ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് അത് ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ പ്രിപ്പറേഷനൊക്കെ നല്ല രീതിയിൽ പോവുക. ദിവസങ്ങളൊക്കെ പെട്ടെന്നാണ് പോകുന്നത്. അധികം ദിവസങ്ങളില്ല, ടൈം വേസ്റ്റ് ചെയ്യാനില്ല. ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടൻറ്റൊക്കെ ഹെൽപ്ഫുള്ളായി ഉറപ്പായിട്ട് സപ്പോർട്ട്, ലൈക്ക് ചെയ്യാൻ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക.